ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ സമ്മർ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലാസിക് ഷ്രിംപ് റോളാണ് ഉണ്ടാക്കുന്നത്. അതിനെടുത്തിരിക്കുന്നത് 1 പൗണ്ട് ഫ്രഷ് ക്ലീൻഡ് ഷ്രിമ്പാണ്. ഞാൻ ഈ ഷ്രിമ്പ് വാങ്ങിച്ചപ്പോൾ ഇതിന്റെ തല കളഞ്ഞ് ഇതുപോലെ ഓപ്പൺ ചെയ്തതായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ സ്വല്പം കൂടെ ഡീപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ആക്കുകയാണ്. അത് നമ്മൾ എണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ സ്വല്പം കൂടി പഫ് ചെയ്ത് നമ്മളത് മുറിച്ച് പീസസ് ആക്കുമ്പോൾ ഇച്ചിരി ചങ്കി പീസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയും ഷ്രിമ്പ് സീസൺ ചെയ്യുകയാണ്. അതിന് 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ബട്ടറിൽ കുക്ക് ചെയ്താൽ ഷ്രിമ്പിന് നല്ല ഫ്ലേവർ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ബട്ടർ ചേർക്കുന്നത് ഇഷ്ടമില്ല എന്ന് വരികിൽ ഏത് ഓയിലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം. ഓരോ വശവും ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അത് ഷ്രിമ്പ് ഒരു പിങ്ക് കളർ ആകുമ്പോൾ നമ്മൾക്ക് മറിച്ചിടാം. ഷ്രിമ്പ് ഡീപ്പായിട്ട് പിളർന്നപ്പോൾ അത് പഫ് ചെയ്തിരിക്കുന്നത് കാണാം. ഷ്രിമ്പ് എടുക്കുകയാണ്. ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വശവും ഇതുപോലെ പിങ്ക് ആകുമ്പോഴത്തേക്കിന് എടുക്കാം. ഏകദേശം 3 മിനിറ്റ് വീതം എടുത്തിട്ടുണ്ട്. ഷ്രിമ്പ് തണുക്കുന്ന സമയത്ത് ഇതിനുള്ള സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോസ് ഉണ്ടാക്കുന്നതിന് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് mayonnaise, 1/2 കപ്പ് സെലറി അരിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ റെഡ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ ഉള്ളി ഉണ്ടെന്ന് വരിയിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. എനിക്ക് സാലഡിന് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയ കാന്താരിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഈ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ പച്ചമുളകോ ഖയാൻ പെപ്പറോ എന്തെങ്കിലും സ്വല്പം ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. സ്പൈസി ആയിട്ട് വേണ്ടവർ മാത്രം ചേർത്താൽ മതി. സീ ഫുഡ് സാലഡിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നതാണ് ഡിൽ. ഇത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ഡില്ലാണ്. ഡില്ലില്ലെന്ന് വരികിൽ അതിന് പകരമായിട്ട് പാഴ്സലി ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ ഒനിയൻ ചേർക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ലെമൺ സെസ്റ്റ്. ഇത് ഒരു ടീസ്പൂണോളം ഒരു ലെമണിന്റെ സെസ്റ്റ് ചേർക്കാം. ഈ ലെമൺ സെസ്റ്റ് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. അവസാനം ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് ഇപ്പൊ ചേർക്കുന്നില്ല. നമ്മൾ ഷ്രിമ്പ് ഒക്കെ ചേർത്ത് കഴിഞ്ഞതിന്റെ ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്. എനിക്ക് സെലരി ഞാൻ കിളിർപ്പിച്ചത് കൊണ്ട് ഇതിൽ സ്വല്പം ഇതിന്റെ സെലരിയുടെ ഇലയും കൂടെ അരിഞ്ഞിടുകയാണ്. നിങ്ങൾ സെലരി വാങ്ങിക്കുമ്പോൾ ഇലയോടുകൂടി കിട്ടുകയാണെന്ന് വരികില് അത് അതിൽ അരിഞ്ഞിടുന്നത് വളരെ നല്ലതാണ്. ഷ്രിമ്പ് തണുത്തു. ഇനി അത് ഒരുമാതിരി വലിയ പീസസ് ആയിട്ട് മുറിച്ച് എടുക്കണം. ഇതുപോലെ ചങ്കായിട്ട് മുറിച്ചെടുക്കണം. ഇത് സ്വല്പം കൂടി ക്രീമി ആയിട്ട് വേണമെന്ന് വരികിൽ സ്വല്പം മയോണൈസ് ചേർത്താൽ മതി. ഇതിൽ ഞാൻ എക്സ്ട്രാ ഉപ്പും ചേർത്തിട്ടില്ല. ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇനി ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. സാൻഡ്വിച്ചിന് എടുത്തിരിക്കുന്നത് ഈ ഹോട്ട് ഡോഗ് ബൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ നടുവശം ഇങ്ങനെ പിളർന്നതാണ്. ഇത് ടോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ സൈഡാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ സൈഡ് കണ്ടിച്ചെടുത്താൽ മതി. ഈ സൈഡാണ് നമുക്ക് ടോസ്റ്റ് ചെയ്യേണ്ടത്. ബൺ ടോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ 2 വശത്തും ബട്ടർ പുരട്ടണം.
ഈ റോളിന്റെ ഔട്ട്സൈഡ് രണ്ട് വശവും നല്ല ബട്ടറി ആൻഡ് ക്രിസ്പിയും ആൻഡ് ഇൻസൈഡ് നല്ല വാമാണ്. ഇതിന്റെ ഉള്ളിൽ വേണം നമ്മുടെ ഉണ്ടാക്കിയ ഷ്രിംപ് സാലഡ് വെക്കാൻ. വളരെ രുചികരമായ സാൻഡ്വിച്ചാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.